ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് അതിരപ്പള്ളി വഴി വാൽപ്പാറയ്ക്ക് വിട്ടാലോ? എന്ത് പറയുന്നു? അപ്പോൾ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളപ്പോൾ ചാലക്കുടി വഴിയാണ് അതിരപ്പള്ളിക്ക് പോകുന്നത്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് 13 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതോടെ നമുക്ക് കോടമഞ്ഞൊക്കെ കാണാൻ പറ്റി. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ രാജേട്ടൻ്റെ ചായക്കട കണ്ടു. അപ്പോൾ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം രാജേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ പെട്രോൾ പമ്പ് വരുന്നത് അതിരപ്പള്ളിക്ക് 2 കിലോമീറ്റർ മുന്നെയാണ്. ഇനി അങ്ങോട്ട് 75 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പെട്രോൾ പമ്പും ഇല്ല. അപ്പം മാക്സിമം നിങ്ങൾ ഇവിടെ നിന്ന് അടിച്ച് പോവുക, കാരണം ഇനി അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് വരുന്നത്. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കുറച്ച് പോകുന്ന കഴിഞ്ഞപ്പോൾ എന്താ അതിരപ്പള്ളിയുടെ ഒരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പം നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി. എടാ മോനെ, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ പോയിന്റ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അരുവി കണ്ടു. അപ്പം നമ്മൾ അവിടെ പച്ചപ്പും അതുപോലെ തന്നെ കല്ലിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടവും ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും അവിടെ നിന്ന് വണ്ടി തിരിച്ച്. ഗൈസ്, അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിരപ്പള്ളിയിൽ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ വാൽപ്പാറയ്ക്ക് പോവാണ്. തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നമുക്ക് അതിരപ്പള്ളിയിൽ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടില്ല, സമയമാവുന്നേ ഉള്ളൂ. 9 മണിക്ക് ആവും ഇത് ഓപ്പണിംഗ് ആവുമ്പോൾ. അപ്പം നമുക്ക് തിരിച്ചൊക്കെ വരുമ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് പോവാം അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടം. അപ്പോൾ അതിരപ്പള്ളിയിൽ വരുന്ന എല്ലാവരും മിസ്സാക്കാതെ കണ്ടിട്ട് പോകുന്ന വെള്ളച്ചാട്ടമാണിത്. പക്ഷെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മഞ്ഞ് പോലെ നമ്മുടെ മേത്തേക്ക് തുള്ളി തുള്ളി മഴകൾ വീഴുന്നൊരു പ്രത്യേക ഒരു വൈബാട്ടോ. അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയില്ല, ഒരു പ്രത്യേക ഒരു കുളിര് അതന്നെ. പിന്നെ കൂടാണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഈ ചാർപ്പ വെള്ളച്ചാട്ടം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അരുവി കൂടി ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും അരുവിയിൽ ഇറങ്ങി കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമല്ലേ? അരുവി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒറ്റ വാക്കിൽ പറയാനാണ് ആയിട്ടുണ്ട് അല്ലേ? അടിപൊളിയല്ല, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പം അങ്ങനെ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി നേരെ നമ്മളൊന്നും നോക്കില്ല, നേരെ അങ്ങനെ നമ്മൾ വാൽപ്പാറയ്ക്ക് വിടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വാൽപ്പാറയ്ക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ പാസ് നമുക്ക് ഫ്രീ ആണ്. അപ്പൊ ഇവിടുന്ന് 55 കിലോമീറ്റർ ആണ് വാൽപ്പാറയ്ക്ക് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ കാറിന്റെ ടൈം വരുന്നത് മോർണിംഗ് 6 മുതൽ ഈവനിങ് 6 വരെയാണ്. ബൈക്കിന്റെ വരുന്നത് മോർണിംഗ് 6 മുതൽ ഈവനിങ് 4 വരെയാണ്. പിന്നെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡിഫൈ ചെയ്ത് സൗണ്ട് ഉള്ള ബൈക്കുകൾ ഒന്നും ഇവിടെ അലൗഡ് അല്ല. കാരണം ഇത് അനിമൽസിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പൊ ഇവര് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഗൈസ്, ചെക്ക് പോസ്റ്റ് വരെയുള്ള നമ്മുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ വാൽപ്പാറ വരെയുള്ള അഡ്വഞ്ചർ ട്രിപ്പായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ബൈ.